ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കേക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്ന കേക്കാണ്. നോർമലി തലേന്നെങ്കിലും കേക്ക് ചെയ്തു വെച്ചാലേ കേക്കിന് പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സെയിം ഡേ ഡെലിവറി ഞാൻ മാക്സിമം എടുക്കാറില്ല. പക്ഷേ ഈ കേക്ക് ഞാൻ എടുത്തു. ഒരു സർപ്രൈസ് കേക്ക് ആയതുകൊണ്ടാണോ, അശ്വതി പറയുന്ന പോലെ അശ്വതിയുടെ കൃഷ്ണഭഗവാൻ എന്നെ കൊണ്ട് എടുപ്പിച്ചതാണോ എന്നറിയത്തില്ല, ഈ കേക്ക് ഞാൻ എടുത്തു. അശ്വതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേക്ക് തന്ന ക്ലയൻ്റാണ് കേട്ടോ. അശ്വതി ഇവിടെയല്ല, സിംഗപ്പൂരാണ്. അപ്പം നാട്ടിലുള്ള അശ്വതിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന് സർപ്രൈസ് കൊടുക്കാനായിരുന്നു കേക്ക്. അങ്ങനെ അശ്വതി കേക്കിൻ്റെ സ്പഞ്ച് സെലക്ട് ചെയ്തു. പിന്നെ ഔട്ട് ഓഫ് വർക്കിന് അശ്വതിക്ക് വലിയ ഡിമാൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ബൊക്കെ വേണം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ടുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യാം, പെട്ടെന്ന് കഴിയുമല്ലോ. അങ്ങനെ അശ്വതിക്കും ഓക്കെ, എന്തെങ്കിലും ഭംഗിയുള്ള വർക്ക് വേണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ നിർബന്ധം. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം പെട്ടെന്ന് 11 മണിക്ക് കിട്ടിയ കേക്ക് 4 മണിക്കാണ് ഡെലിവറി ടൈം. 4 മണിക്ക് കൊടുത്താലും അവർ കുറച്ച് നേരം സെറ്റ് ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്യുള്ളൂ ഉറപ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. കേക്ക് 4 മണിക്ക് റെഡിയായെങ്കിലും ഡെലിവറി ചെയ്തത് 9 മണിക്കാണ്. സോ കേക്ക് നന്നായിട്ട് സെറ്റ് ആവാനുള്ള ടൈമും കിട്ടി. അങ്ങനെ കേക്കിൻ്റെ സ്പഞ്ച് നമ്മൾ റെഡിയാക്കി പിന്നെ അതൊന്ന് പെട്ടെന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് ശകലം തണുത്തതിന് ശേഷം സ്ലൈസ് ചെയ്ത് വെച്ചു. അപ്പോൾ അത് കുറച്ച് പെട്ടെന്ന് തണുത്ത് കിട്ടുമല്ലോ. സ്പഞ്ച് തണുത്ത് കിട്ടുന്ന സമയത്ത് നമ്മൾ ഫ്ലവർ ഷോപ്പിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം കഴിഞ്ഞ് ആകെ ജിപ്സോഫില്ല മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ അത് മാത്രം കുറച്ച് വാങ്ങിയിട്ട് പോരുന്നു. മാത്രമല്ല ഒരു ചെറിയ ബുക്ക്ലെറ്റും കൂടി ഓർഡർ ചെയ്തിട്ട് പോരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഒരു ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റും കൂടെ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുന്നു. ഫ്ലവർ വാങ്ങാൻ പോകുന്ന സമയം ഒരുപാട് ഡിസൈൻസ് മൈൻഡിലുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേന് ഫ്ലവർ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. എന്നാലും ജിപ്സോ ഫില്ല കൊണ്ട് നമുക്ക് എന്തെങ്കിലും നല്ല വർക്ക് ചെയ്യാമെന്നൊരു വിചാരത്തിൽ ഞാൻ അതും വാങ്ങി വന്നത്. ഇവിടെ വന്നപ്പോൾ കേക്ക് എന്ത് തീം കൊടുക്കും, അപ്പം ഞാൻ വെച്ചൊരു ചെറിയ പിങ്ക് ഷെയ്ഡൊക്കെ കൊടുക്കാം. അപ്പം പെട്ടെന്ന് ജിപ്സോ ഫില്ലയുടെ കളർ ഒന്ന് ചേഞ്ച് ചെയ്താലോ എന്ന് വെച്ച് ഞാൻ കുറച്ച് ഡസ്റ്റ് എടുത്തിട്ട് ഈ വാപ്രെക്സ് മിക്സ് ചെയ്തതിന് ശേഷം എയർ ഗണ്ണിൽ വെച്ചിട്ട് ആ ഫ്ലവറിൻ്റെ കളർ ഒന്ന് നന്നായിട്ട് ചേഞ്ച് ചെയ്തെടുത്തു. വൈറ്റ് കളറിൽ തന്നെ ഔട്ടർ ലെയർ കൊടുത്തിട്ട് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഔട്ടർ ക്രീം ഒന്ന് ടെക്സ്ചർ ചെയ്ത് കൊടുത്തു. കേക്കിൻ്റെ എല്ലാ സൈഡിലും ആ ടെക്സ്ചർ കൊടുത്തിട്ട് കേക്കിൻ്റെ ടോപ്പിൽ മാത്രം പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് വിട്ടു. പിങ്ക് എയർ ബ്രഷ് കൊണ്ടിട്ട് കേക്കിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രം ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തു. നമ്മൾ കളർ ചെയ്ത് വെച്ചിരുന്ന ജിപ്സോ ഫില്ല ഒന്ന് ഫിക്സ് ചെയ്ത് കേക്കിലേക്ക്, എന്നിട്ട് അവിടെ ഒന്ന് ക്രീം വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തൊന്ന് ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് ആ കളർ എയർ ബ്രഷ് കളർ വെച്ചിട്ട് ഒന്ന് കളർ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. പിങ്ക് ഷെയ്ഡ് ഒന്ന് എടുത്ത് കാണത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് ഷുഗർ ബോൾസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു. ബ്ലൂ ഷുഗർ ബീഡ്സാണ് യൂസ് ചെയ്ത് കേക്കിൻ്റെ സൈഡിലും ടോപ്പിലും ഒക്കെ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വൈറ്റ് ഷുഗർ ബീഡ്സ് വെച്ചു. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത ഭാഗത്തൊക്കെ കുറച്ച് ഷുഗർ ബീഡ്സും കൂടെ വെച്ചിട്ട് നമ്മൾ ഫൈനൽ ലുക്ക് കൊടുത്തു. ഈ കേക്ക് ഡിസൈൻ വളരെ സിമ്പിളാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അശ്വതിക്കാണെങ്കിലും അശ്വതിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ടേസ്റ്റും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി റിവ്യൂസ് കിട്ടിയ ഒരു കേക്കാണിത്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ സർപ്രൈസ് ഇഷ്ടപ്പെടുന്നവരും സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്